Welcome to RK's Stories. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 27. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. അകന്നു മാറിയ പാറകൾക്കിടയിലൂടെ വെള്ളം കുത്തിയൊലിച്ച് അകത്തേക്ക് വരുന്നത് കണ്ട ഗംഗ പരിഭ്രമത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി. അങ്ങോട്ട് കയറി വന്ന തുരങ്കത്തിൽ കൂടി തിരികെ പോകാമെന്ന് വിചാരിച്ച് തിരിഞ്ഞ ഞാൻ കണ്ടത് പുറകിലുള്ള തുരങ്കമുഖം മറ്റൊരു പാറ വന്നടയുന്നതാണ്. ചിന്തിച്ചു നിൽക്കുന്ന സമയം കൊണ്ട് ഗുഹയ്ക്കകത്ത് വെള്ളം മുട്ടോളം ഉയർന്നു കഴിഞ്ഞിരുന്നു. എന്താ ചെയ്യുകാരു? ചുറ്റിനും നോക്കിയിട്ട് ആശങ്കയോടെ അവൾ ചോദിച്ചു. വാ. ഗുഹയുടെ നടുക്കുള്ള കരിങ്കൽക്കെട്ടിന്റെ മുകളിലേക്ക് ചാടിക്കേറിയിട്ട് ഞാൻ അവളെ വിളിച്ചു. താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തിയ കൈകളിൽ പിടിച്ച് അവളെ ഞാൻ ആ കരിങ്കൽക്കെട്ടിന് മുകളിലേക്ക് വലിച്ചു കയറ്റി. ശക്തിയോടെ അകത്തേക്ക് കയറിക്കൊണ്ടിരുന്ന വെള്ളം അപ്പോഴേക്കും ആ കരിങ്കൽക്കെട്ടിന് മുകളിലേക്ക് എത്തിയിരുന്നു. ദേവ, നിനക്ക് നീന്താൻ അറിയാലോ അല്ലേ? ഉയർന്നു വരുന്ന വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ അവളോട് ചോദിച്ചു. അറിയാം, കുഴപ്പമില്ല. അവൾ ആത്മവിശ്വാസത്തോടെ തലയാട്ടി. ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോകണമെങ്കിലേ ആ വെള്ളത്തിനടിയിൽ കൂടി നീന്തിയാൽ മതിയാവും. പേടിയുണ്ടോ? ഇല്ല. മുട്ടിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് അവൾ ധൈര്യത്തോടെ മറുപടി പറഞ്ഞു. പോക്കറ്റിൽ നിന്നും 4 ലൈറ്റ് സ്റ്റിക്കുകൾ കയ്യിലേക്കെടുത്ത് അതിൽ 2 എണ്ണം മടക്കി ലൈറ്റ് തെളിയിച്ചിട്ട് ഞാൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ബാക്കി 2 എണ്ണം എന്റെ കൈകളിലും വെച്ചു. വെള്ളം അപ്പോഴേക്കും എന്റെ നെഞ്ചൊപ്പം ഉയർന്നു കഴിഞ്ഞിരുന്നു. റെഡിയല്ലേ? തല മുകളിലേക്ക് ഉയർത്തി ശക്തിയായി ശ്വാസം എടുത്തുകൊണ്ടിരുന്ന അവളോട് ഞാൻ ചോദിച്ചു. യെസ്. വെള്ളത്തിന് മുകളിലേക്ക് കൈകൾ ഉയർത്തി തള്ളവിരൽ കൊണ്ട് തംസപ്പ് കാണിച്ചിട്ട് അവൾ പറഞ്ഞു. ശരി, എങ്കിലേ നീ എന്റെ പുറകെ നീന്തിക്കൊള്ളൂ കേട്ടോ. അവളോട് പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടു. കണ്ണുകൾ തുറന്നു പിടിച്ച് വെള്ളത്തിനടിയിൽ നീന്തുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും വെള്ളം കലങ്ങിയിരിക്കുമ്പോൾ. എങ്കിലും ഒരുവിധം കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് തന്നെ കയ്യിലിരുന്ന ലൈറ്റ് സ്റ്റിക്കിന്റെ പ്രകാശത്തിൽ ഞാൻ മുന്നോട്ട് നീന്തി. എന്റെ തൊട്ടുപുറകെ നീന്തിയെത്തിയ ഗംഗയുടെ ഷർട്ടിൽ ഇടത് കൈകൊണ്ട് പിടിച്ചു വലിച്ചുകൊണ്ട് ഞാൻ മുൻപിലേക്ക് നീങ്ങി. പാറകൾ അകന്നു മാറിയ വിടവിലൂടെ എങ്ങോട്ടെന്നറിയാതെ ഞങ്ങൾ മുൻപോട്ട് നീന്തിക്കൊണ്ടിരുന്നു. സ്കൂബ ഡൈവ് ചെയ്തുള്ള പരിചയം വെള്ളത്തിനടിയിൽ സഹായമായെങ്കിലും ശ്വാസമടക്കി എത്ര നേരം നീന്തേണ്ടി വരുമെന്ന ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. നീന്തുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ തോളോട് ചേർന്ന് കണ്ണുകൾ അടച്ചു നീന്തുന്ന ഗംഗയാണ് കണ്ടത്. അല്പം കൂടി മുൻപോട്ട് നീന്തിയതോടെ ശ്വാസം മുട്ടാൻ തുടങ്ങി. തുരങ്കങ്ങളിൽ ഇതുപോലെ പെട്ടെന്ന് വെള്ളം നിറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ മുകൾ ഭിത്തിയോട് ചേർന്ന് വായുകുമിളകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഓർമ്മയിൽ വന്ന ഞാൻ മുകളിലേക്ക് നീന്തി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ തുരങ്കത്തിന്റെ മുകൾ തട്ടിലെ ചെറിയ പോടുകളിൽ തങ്ങി നിൽക്കുന്ന വായുകുമിളകൾ കണ്ട് ഞാൻ ആ ഭാഗത്ത് മലർന്നു കിടന്ന് മുഖം മുകളിലേക്കാക്കി ആ വായുകുമിളകൾക്കകത്തേക്ക് വായ തുറന്നു. പ്രാണവായു തിരികെ ലഭിച്ച ആശ്വാസത്തിൽ വീണ്ടും അടുത്തു കണ്ട കുമിളകളിൽ നിന്നും വായ തുറന്ന് അതിനകത്തെ വായു ഞാൻ എന്റെ വായ്ക്കുള്ളിൽ നിറച്ചു. ശ്വാസം മുട്ടിത്തുടങ്ങിയ ഗംഗയുടെ കൈകൾ അപ്പോൾ എന്റെ ശരീരത്തിൽ മുറുകുന്നുണ്ടായിരുന്നു. അവളെ പിടിച്ചു വലിച്ചു ഉയർത്തി മുഖം പിടിച്ചെന്റെ മുഖത്തോട് ചേർത്തിട്ട് അവളുടെ വായ്ക്കുള്ളിലേക്ക് ഞാൻ ജീവശ്വാസം പകർന്നു നൽകി. ശ്വസിക്കുവാൻ വായു കിട്ടിയ ആശ്വാസത്തോടെ കണ്ണുകൾ തുറന്ന അവളെ ഞാൻ തുരങ്കത്തിന്റെ മുകൾ തട്ടിലേക്ക് വലിച്ചു പൊക്കി. അവിടെ കണ്ട മറ്റു കുമിളകൾക്കുള്ളിലേക്ക് കമഴ്ന്നു കിടന്നുകൊണ്ട് അവൾ ആർത്തിയോടെ വായ തുറന്നു. ആവശ്യത്തിന് ശ്വാസം എടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ വീണ്ടും മുൻപിലേക്ക് നീന്തി തുടങ്ങി. അല്പം കൂടി കഴിഞ്ഞതോടെ കാലുകൾ നിലത്ത് മുട്ടാൻ തുടങ്ങി. നീന്തൽ നിർത്തി കൈകൾ കോർത്തു പിടിച്ച് വെള്ളത്തിൽ കൂടി ഞങ്ങൾ മുൻപോട്ട് നടന്നു. മുന്നോട്ട് നടക്കും തോറും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വന്നു. കുറെ ദൂരം കൂടി നടന്നതോടെ വെള്ളം കെട്ടിനിന്നിരുന്ന ഭാഗത്തു നിന്നും പുറത്തു കടന്ന ഞങ്ങൾ മാപ്പിൽ കണ്ടതുപോലെ 2ാമത്തെ ഗുഹയിലേക്കാണ് എത്തിച്ചേർന്നത്. അവിടെയും നടുക്കായി ആദ്യത്തെ ഗുഹയിൽ കണ്ടതുപോലെ തന്നെ ചതുരാകൃതിയിൽ ഒരു കരിങ്കൽക്കെട്ട് ഞങ്ങൾ കണ്ടു. അതിനു മുകളിൽ നടുവിലായിട്ട് പഴയതുപോലെ ചതുരാകൃതിയിലുള്ള ചെറിയൊരു കുഴി. ആരും ദേ നോക്കിയേ, അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഈ വശത്ത് താഴെ ചതുരാകൃതിയിൽ ഒരു കല്ല് ഉയർന്നിരിക്കുന്നുണ്ട്. അവൾ ചൂണ്ടിക്കാണിച്ച വശത്തേക്ക് ചെന്ന് ഞാൻ നോക്കി. അപ്പുറത്തെ ഗുഹയിൽ കണ്ടതുപോലെ തന്നെ ചതുരാകൃതിയിൽ ഒരു ചെറിയ പാറ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ആ പാറ പുറത്തേക്ക് വലിച്ചെടുത്തതിന് ശേഷം കരിങ്കൽക്കെട്ടിന് മുകളിൽ ചതുരാകൃതിയിൽ കണ്ട കുഴിയിലേക്ക് പഴയതുപോലെ അത് ഇറക്കിയിട്ട് പതുക്കെ ഞാനത് താഴേക്ക് അമർത്തി. ആരും എടാ, ഇനി ഈ ഗുഹ തുറക്കുമ്പോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തു തന്നെയായാലും അത് നേരിട്ടല്ലേ മതിയാകൂ. നീ ധൈര്യമായിരിക്കെ, ഞാനല്ലേ കൂടെ. അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കിയിട്ട് പാറക്കഷ്ണം മുഴുവനുമായി ഞാൻ ആ കുഴിയിലേക്ക് അമർത്തി ഇറക്കി. പാറകൾ തമ്മിൽ ഉരയുന്ന ശബ്ദം. മുന്നിലുള്ള പാറകൾ അകന്നു മാറുന്നു. അതോടൊപ്പം നടുവിലുണ്ടായിരുന്ന കരിങ്കൽക്കെട്ടിന്റെ മുകൾ ഭാഗം 4 വശത്തേക്കും അകന്നു മാറി. അതിന് നടുവിൽ
ഇരുമ്പിൽ പണിതീർത്തിരിക്കുന്ന ഒരു പെട്ടി. ശ്രദ്ധയോടെ ഞാൻ ആ പെട്ടി മുകളിലേക്ക് ഉയർത്തി കരിങ്കൽ കെട്ടിന് മുകളിലായിട്ട് വെച്ചു. പക്ഷെ ആ പെട്ടി തുറക്കാൻ പറ്റുന്ന വിധത്തിൽ കൊളുത്തുകളോ കീയോ ഒന്നും തന്നെ ആ പെട്ടിക്കുണ്ടായിരുന്നില്ല. അതിന് മുകളിലായി നക്ഷത്ര ആകൃതിയിലുള്ള ഒരു ചെറിയ കള്ളി മാത്രം. ആരു ഇതിനകത്തായിരിക്കോ ആ നാഗമാണിക്യം? ആകാംക്ഷയോടെ പെട്ടിയിലേക്ക് നോക്കിക്കൊണ്ട് ഗംഗ ചോദിച്ചു. അറിയില്ല, പക്ഷെ ഇത് എങ്ങനെ തുറക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കട്ടെ. ആ പെട്ടി തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഇത് ഉപയോഗിച്ച് നിനക്ക് ആ പെട്ടി തുറക്കാൻ പറ്റും. പരിചയമുള്ള ആ സ്ത്രീ ശബ്ദം കേട്ട് ഞങ്ങൾ ഇരുവരും ഒരുമിച്ചാണ് മുന്നിലേക്ക് നോക്കിയത്. തൊട്ടു മുന്നിൽ പാറകൾ അകന്നുമാറി തുറന്ന ആ തുരങ്കത്തിൽ നിന്നും അകത്തേക്ക് നടന്നു വരുന്ന ടീച്ചറമ്മ. അവരെ അവിടെ കണ്ട് അത്ഭുതത്തിൽ വാ പൊളിച്ചു നിന്ന ഞങ്ങളുടെ അടുത്തേക്ക് നടന്നെത്തിയവർ വലത് കൈ മുന്നിലേക്ക് നീട്ടി തുറന്നു. ആ കൈക്കുള്ളിൽ നക്ഷത്ര ആകൃതിയിൽ വെള്ളിയിൽ തീർത്ത ഒരു ചെറിയ സ്തൂപം. ഇത് നീ ആ പെട്ടിയുടെ മുകളിൽ കാണുന്ന നക്ഷത്ര ആകൃതിയിലുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് തിരിച്ചാൽ മതി, ആ പെട്ടി തുറക്കും. കയ്യിലിരുന്ന ആ സ്തൂപം എന്റെ നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. ടീച്ചറമ്മ എങ്ങനെ ഇവിടെ എത്തി? അവിടെ അവരെ കണ്ടതിന്റെ അത്ഭുതം അപ്പോഴും വിട്ടൊഴിയാതിരുന്ന ഞങ്ങൾ ഒരുമിച്ചാണ് ആ ചോദ്യം ചോദിച്ചത്. പറയാം, ആ പെട്ടി ആദ്യം തുറക്കൂ. ഇതാണോ ആ പെട്ടിയുടെ താക്കോല്? അതെ. ടീച്ചറമ്മ പറഞ്ഞത് കേട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്നും നക്ഷത്രാകൃതിയിലുള്ള സ്തൂപം വാങ്ങി പെട്ടിയുടെ മുകളിൽ കണ്ട അതേ ആകൃതിയിലുള്ള ഭാഗത്തേക്ക് വെച്ചിട്ട് വലത്തേക്കൊന്ന് തിരിച്ചു. ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ പെട്ടിയുടെ നടുക്കുനിന്നും മുകളിലേക്കുള്ള ഭാഗം ഉയർന്നു മാറി. അതിനകത്തു നിന്നും കണ്ണഞ്ചിപ്പോകുന്ന തരത്തിലുള്ള ഒരു നീല വെളിച്ചം പുറത്തേക്ക് പ്രസരിച്ചു. അറിയാതെ കണ്ണുകൾ പൊത്തിപ്പോയ ഞങ്ങൾ സാവധാനം കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ ആദ്യം കണ്ടത് മുന്നിൽ ടീച്ചറമ്മ നിന്നിരുന്ന സ്ഥലത്ത് മിന്നിത്തിളങ്ങുന്ന തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ജടാധാരിയായ ഒരു മുനീശ്വരൻ നിൽക്കുന്നതാണ്. തലയിലെ ജടയിലും കൈകളിലും കഴുത്തിലുമൊക്കെ രുദ്രാക്ഷമാലകൾ, കാലുകളിൽ വലിയ 2 തളകൾ, പൂർണ്ണമായും നരച്ച വെളുത്ത നിറത്തിലുള്ള മുടിയും താടിയും മീശയും, കയ്യിൽ നീളമുള്ള വെള്ളി കെട്ടിയ ഒരു വടിയും. ഞാൻ അന്ന് ഗുജറാത്തിലേക്ക് വന്നപ്പോ സോമനാഥിൽ വെച്ച് കണ്ട അതേ മുനി. ടീച്ചറമ്മയ്ക്ക് പകരം അവിടെ ആ മുനിയെ കണ്ടത് വിശ്വസിക്കുവാനാവാതെ നിന്ന ഞങ്ങൾക്ക് നേരെ നോക്കി അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ആ പെട്ടിയിൽ കാണുന്നതാണ് മഹാവിഷ്ണുവിന്റെ ശയ്യയായ സാക്ഷാൽ അനന്തൻ എന്ന ശേഷനാഗം നിനക്ക് മുജ്ജന്മത്തിൽ നൽകിയ സവിശേഷതകളാർന്ന നാഗമാണിക്യം. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പെട്ടിയിലേക്ക് ഞങ്ങൾ നോക്കി. ഇരുമ്പിൽ നിർമ്മിച്ച പെട്ടിക്കകത്ത് ദീർഘവൃത്താകൃതിയിൽ നീല നിറത്തിൽ തിളങ്ങുന്ന ഒരു രത്നം. അതിനു ചുറ്റുമൊരു നീലപ്രകാശം പരന്നൊഴുകുന്നു. അങ്ങ് ആരാണ്? അല്പനേരം ആ രത്നം നോക്കി നിന്നതിന് ശേഷം ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചു. മഹാഭാരത കാലഘട്ടത്തിൽ ഭാരതദേശത്തെ ദ്രോണാചാര്യരെ പോലെ തന്നെ കിംപുരുഷ ദേശത്തെ ധനുർവേദാചാര്യനായിരുന്ന ധ്രുമ മഹർഷിയാണ് ഞാൻ. കിന്നരന്മാരുടെ നേതാവും കുബേരന്റെ സഭയിലെ സാമാജികനും കൂടിയാണ് ചിരഞ്ജീവിയായ ഞാൻ. അപ്പോ ടീച്ചറമ്മ? നിന്റെ ആയയായിരുന്ന ആ സ്ത്രീ അന്ന് അന്യഗ്രഹ ജീവികളുടെ ആക്രമണമുണ്ടായ ദിവസം തന്നെ നിന്റെ ഗ്രഹത്തിൽ വെച്ച് വധിക്കപ്പെട്ടിരുന്നു. പിന്നീട് നിന്നെ അവിടെ നിന്നും മാറ്റി സോമനാഥിൽ എത്തിച്ചത് ഞാനാണ്. ആ ടീച്ചറമ്മയുടെ രൂപത്തിൽ ഇത്രയും നാൾ നിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അത് മാത്രമല്ല, ദേവഗംഗയുടെ തറവാട്ടിലുള്ള മാണിക്യവും ഞാൻ തന്നെയാണ് പണ്ട് അവിടെ ഏൽപ്പിച്ചത്. നിന്റെ പത്നിയായിരുന്ന ദേവാംഗി പുനർജനിക്കാൻ പോകുന്നത് അവിടെയായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. കൺമുന്നിൽ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുവാനാവാതെ ഞാനും ഗംഗയും പരസ്പരം നോക്കി. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നിന്നെ കാത്തിരിക്കുന്നത് മരണമാണ്. മഹർഷി പറഞ്ഞത് കേട്ട് എന്റെ കൈകളിൽ കോർത്തു പിടിച്ചിരിക്കുകയായിരുന്ന ഗംഗയുടെ കൈകൾ ഒന്ന് മുറുകി. അവളെ ആശ്വസിപ്പിക്കുവാനെന്നോണം ഞാൻ അവളുടെ കൈകളിൽ പതുക്കെ തലോടി. നിന്നെ ഈ ജന്മത്തിൽ ഇല്ലാതെയാക്കി ആ നാഗമാണിക്യം സ്വന്തമാക്കുവാൻ തയ്യാറായി വന്നവർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ കൈകളിൽ ഇരിക്കുന്ന ശക്തിയേറിയ 5 അസ്ത്രങ്ങൾ നിന്റെ ശിരസിൽ തറച്ചാൽ മരണം സുനിശ്ചിതം. അങ്ങ് വിചാരിച്ചാൽ ഇവനെ രക്ഷിക്കാൻ സാധിക്കില്ലേ? നിറഞ്ഞ കണ്ണുകളോടെ ഗംഗ മഹർഷിയോട് ചോദിച്ചു. അവനവന്റെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. മുന്നിൽ കാണുന്ന സംഭവങ്ങൾക്ക് മാനുഷികപരമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. മാർക്കണ്ഡേയനെ പോലെ ചിലപ്പോൾ വിധിയും മാറിയേക്കാം. അത്രയും പറഞ്ഞതിന് ശേഷം തുറന്നിരിക്കുന്ന പെട്ടിയുടെ അടുത്തേക്ക് അദ്ദേഹം നടന്നു. ഇവിടെ വരൂ. അതിനടുത്തെത്തിയതിനു ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു. അതിനകത്തിരിക്കുന്ന നാഗമാണിക്യം
തൊട്ടു തൊഴുത് മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പിന്നെ ശേഷനാഗത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇരു കൈകളാലും എടുക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ ആ നാഗമാണിക്യം വെളിയിലേക്കെടുത്തു. വല്ലാത്തൊരു ചൂട് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് പോലെ. ഇനി ആ മാണിക്യം നെറ്റിയിലേക്ക് ചേർത്ത് വെക്കൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ആ നാഗമാണിക്യം ഞാൻ എന്റെ നെറ്റിയുടെ മധ്യത്തിലായി ചേർത്ത് വെച്ചു. വല്ലാത്തൊരു ചൂട് ശിരസിലേക്കും വ്യാപിക്കുന്നു. എന്റെ അടുത്തേക്ക് വന്ന ആ മഹർഷി തന്റെ കയ്യിലിരുന്ന വെള്ളി വടിയുയർത്തി അതിന്റെ അഗ്രം കൊണ്ട് ആ മാണിക്യത്തിൽ മുട്ടിച്ചും കൊണ്ട് കണ്ണടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ശരീരത്തെ ചുട്ടുപൊള്ളിച്ചുകൊണ്ട് ആ രത്നം എന്റെ നെറ്റിയിൽ ചേർന്നിരുന്ന് അലിയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അലിയുന്ന ആ ഭാഗങ്ങൾ എന്റെ കൈകളിലേക്കും ശിരസിലേക്കും പടർന്നു കയറാനും തുടങ്ങി. ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന സഹിക്കാൻ പറ്റാത്ത ചൂട്. അലറിക്കരഞ്ഞ ഞാൻ അടുത്ത നിമിഷം ബോധരഹിതനായി താഴേക്ക് വീഴുമ്പോൾ ഗംഗയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ എന്റെ ചെവികളിൽ മുഴങ്ങിക്കേട്ടു. താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ അന്ന് രാത്രി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നറിയാമായിരുന്നതിനാൽ ഗംഗയുടെ തറവാട്ടിലുള്ളവർ അന്ന് ഉറങ്ങാതെ കളരിയിൽ കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് ദൂരെ ഗുജറാത്തിൽ കോട്ടയ്ക്കടിയിലെ തുരങ്കത്തിൽ നാഗമാണിക്യം മഹർഷിന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കളരിക്കകത്ത് നിലവറയിൽ നിന്ന് ശക്തമായ നീല വെളിച്ചം പുറത്തേക്ക് വരുന്നത് കണ്ട യദുകൃഷ്ണൻ നിലവറയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ പൂജാപീഠത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന പെട്ടിയിൽ നിന്നും അതിശക്തമായ നീലവെളിച്ചം പുറത്തേക്ക് പരക്കുന്നു. അതുപോലെ സംഭവിക്കുന്ന സമയം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി താളിയോലകളിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ യദുകൃഷ്ണന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ പെട്ടി തുറന്നു. അതിനകത്ത് നീലപ്രകാശം പൊഴിക്കുന്ന മറ്റൊരു രത്നമുണ്ടായിരുന്നു. ആ പെട്ടിക്കടുത്ത് വെച്ചിരുന്ന കലശത്തിൽ നിന്നും ഒരു പിടി ഭസ്മം എടുത്ത് ആ പെട്ടിയുടെ അകത്തിരുന്ന രക്തത്തിന് മുകളിൽ വിതറിയതിനു ശേഷം ഒന്ന് വന്ദിച്ച് പുറകോട്ട് നടന്ന് അദ്ദേഹം നിലവറയുടെ വാതിലടച്ചു. നീലപ്രകാശം പൊഴിച്ചുകൊണ്ട് ആ പെട്ടിക്കകത്തിരുന്ന രത്നം സാവധാനം പുകഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് ലയിക്കുവാൻ തുടങ്ങി. അല്പസമയം കൊണ്ട് ആ രത്നം പൂർണ്ണമായും അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നു. ഇളം നീല നിറത്തിൽ ആ പെട്ടിയുടെ മുകളിൽ നിന്ന പ്രകാശവലയം പതുക്കെ മുകളിലേക്ക് ഒഴുകി അപ്രത്യക്ഷമായി. കണ്ണു തുറന്നപ്പോൾ ഞാൻ ഗംഗയുടെ മടിയിൽ കിടക്കുകയായിരുന്നു. തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് പ്രകടമായൊരു വ്യത്യാസം അവളുടെ കണ്ണുകളിൽ കാണുവാൻ കഴിഞ്ഞു. നീല നിറമാർന്ന കണ്ണുകളിൽ ഒരു ചുവപ്പ് രാശി കൂടി പടർന്നിരിക്കുന്നു. അവൾക്ക് എന്തു പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച എനിക്ക് ശരീരത്തിന് വല്ലാത്തൊരു ഭാരം പോലെയാണ് ആദ്യം തോന്നിയത്. കൈകൾ കുത്തി എഴുന്നേറ്റിരുന്ന ഞാൻ അപ്പോഴാണ് എന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചത്. ശരീരത്തിലാകെ ഒരു മാറ്റം. ഉടുത്തിരുന്ന ഷർട്ടും ജീൻസും വല്ലാതെ ഒന്ന് ടൈറ്റ് ആയതുപോലെ. ഞാൻ കൈകൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് നോക്കി. കൈകളിലെ മസിലുകൾ കുറെ കൂടി വികസിച്ചിരിക്കുന്നു. നീല ഞരമ്പുകൾ പിടച്ചു നിൽക്കുന്ന കൈകൾക്ക് വല്ലാത്തൊരു ശക്തി കൈവന്നതുപോലെ. മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ധ്രുമ മഹർഷിയെ കണ്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റ് നിന്നു. വിജയീ ഭവ. ഭുജംഗനും പ്രിയ പത്നി ദേവാംഗിക്കും വീണ്ടും ഈ ഭൂമിയിലേക്ക് സ്വാഗതം. ഞങ്ങളെ ഇരുവരെയും നോക്കി പുഞ്ചിരിയോടെ മഹർഷി പറഞ്ഞു. ഭുജംഗ, നിന്റെ പൂർവ്വജന്മത്തിൽ നീ കാരണം ജീവൻ നഷ്ടപ്പെട്ട ബേരിയ എന്ന രാജാവും സഗായി എന്ന രാജ്ഞിയും പുനർജനിച്ച് നിന്റെ വരവും കാത്തു നിൽപ്പുണ്ട് പ്രതികാരത്തിനായിട്ട്. അന്ന് മുജ്ജന്മത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്റെ ഇരു കൈകളിലും പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ മുന്നോട്ട് ചെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ച് കണ്ണുകൾ അടച്ചു. പൊടിപടലങ്ങൾ പറക്കുന്ന, ആയുധങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ നിറഞ്ഞ, മുറിവേൽക്കുന്നവരുടെ ആർത്തനാദങ്ങൾ മുഴങ്ങുന്ന യുദ്ധഭൂമിയിലേക്കാണ് ഞാൻ കണ്ണുകൾ തുറന്നത്. മുൻകാലുകളിൽ ഉയർന്നു പൊങ്ങുന്ന കറുത്ത കുതിരയ്ക്ക് മുകളിൽ ഇടം കൈയിൽ കടിഞ്ഞാൻ ഒതുക്കി പിടിച്ച് വലം കൈയിലെ നീളമേറിയ വാള് ഇരുവശത്തേക്കും മാറി മാറി ആഞ്ഞു വീശി എതിരാളികളുടെ തലയറുത്ത് മുന്നേറുന്ന ഞാൻ. ഉയർന്നു പൊങ്ങി കാഴ്ച മറക്കുന്ന പൊടിപടലങ്ങൾക്കിടയിൽ കൂടി പടച്ചട്ടയണിഞ്ഞൊരു യുവാവ് എനിക്ക് നേരെ കുതിരയെ പായ്ച്ചുകൊണ്ടുവരുന്നു. അവനോടൊപ്പം മറ്റൊരു കുതിരപ്പുറത്ത് തലപ്പാവണിഞ്ഞ സുന്ദരിയായ ഒരു യുവതിയും. തന്റെ കയ്യിലിരുന്ന കുന്തം ആ യുവാവ് എന്നെ ലക്ഷ്യമാക്കി ആഞ്ഞെറിഞ്ഞു. ഒരു മൂളലോടെ പാഞ്ഞു വന്ന കുന്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞാൻ കുതിരയുടെ മുകളിൽ പുറകിലേക്ക് മലർന്നു കിടന്നു. എന്റെ തലയ്ക്ക് മുകളിൽ കൂടി ചീറിപ്പാഞ്ഞു പോയ ആ കുന്തം തൊട്ടുപുറകിൽ നിന്നിരുന്ന മറ്റൊരു കുതിരയുടെ കഴുത്തിലേക്ക് തുളച്ചു കയറി. മുന്നിലേക്ക് കുനിഞ്ഞ ആ കുതിരയുടെ മുകളിലിരുന്ന യോദ്ധാവ് എന്റെ തലയ്ക്ക് മുകളിൽ കൂടി മുന്നിലേക്ക് തെറിച്ചു പോകുന്നത് ഞാൻ കണ്ടു. എന്റെ നേരെ പാഞ്ഞു വന്ന യുവാവിന്റെയും യുവതിയുടെയും മുന്നിൽ ചെന്ന് വീണ അവനെ വാളിനിരയാക്കിക്കൊണ്ട് അവർ എന്റെ നേരെ കുതിച്ചു വന്നു. കുതിരയുടെ ജീനിയുടെ വശത്ത് തൂക്കിയിട്ടിരുന്ന വാളുകളിൽ നിന്നും മറ്റൊരെണ്ണം ഇടത് കൈകളിലേക്ക് വലിച്ചെടുത്ത് ഞാൻ അവരെ നേരിടുവാൻ തയ്യാറായി. പാഞ്ഞെത്തി അവർ ഇരുവശത്തു നിന്നും എന്നെ ഒരുമിച്ച് ആക്രമിച്ചു. ഇരു കൈകളിലെയും വാളുകൾ ഉപയോഗിച്ച് ഞാൻ അവരുടെ ആക്രമണത്തെ നേരിട്ടു. യുവാവിനേക്കാൾ വേഗത ആ സ്ത്രീക്കായിരുന്നു.
വാൾ വീശുന്നതിൽ കൃത്യതയും അവർക്ക് തന്നെയായിരുന്നു. ആ യുവതി എന്റെ ഇടതുവശത്തായിരുന്നത് കൊണ്ട് തന്നെ ഇടതു കൈയിലിരുന്ന വാളുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തുവാൻ ഞാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. ഏറ്റുമുട്ടലിൽ പരിശീലനം ലഭിച്ച കുതിരകൾ ചാടിക്കുതിച്ച് കുളമ്പുകൾ ഉയർത്തി പരസ്പരം ആക്രമിക്കുവാൻ നോക്കുന്നുണ്ടായിരുന്നു. തൊട്ടുപുറകിൽ മറ്റൊരു കുതിരയുടെ ശക്തമായ ചിനക്കൽ കേട്ട് ഞാൻ പുറകിൽ നിന്നും ആരോ ആക്രമിക്കാൻ വരികയാണെന്ന് കരുതി പതുക്കെ ഒന്ന് തിരിഞ്ഞു. കുതിരയുടെ മുകളിൽ ഇരിക്കുകയായിരുന്ന എന്റെ തലക്ക് മുകളിൽ കൂടി കുതിച്ചു ചാടുന്ന ചാര നിറമുള്ളൊരു കുതിര. ആ കുതിരയ്ക്ക് മുകളിൽ പടച്ചട്ടകൾ അണിഞ്ഞ് എന്നെ നോക്കി കൈവീശിച്ചിരിക്കുന്ന ദേവഗംഗ, അല്ല, അതേ ഛായയുള്ള ദേവാംഗി. നോക്കി നിൽക്കെ വലത് കൈയിലിരിക്കുന്ന വാളും ചുഴറ്റിക്കൊണ്ട് അവൾ കുതിരയുടെ മുകളിൽ നിന്നും ആ സ്ത്രീയുടെ നേരെ കുതിച്ചു ചാടി. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.